എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്നത് നമുക്ക് പല പല നല്ല ശീലങ്ങളും പല പല പൊട്ട ശീലങ്ങളും ഒക്കെ ഉള്ള ആളുകളുണ്ട് അല്ലേ. നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമുക്ക് കുറേ നല്ല ശീലങ്ങൾ, നല്ല രീതിയിൽ കുറേ ശീലങ്ങൾ ആചരിക്കുന്ന കുറേ ആളുകളെ കാണാം. എന്നാൽ മോശം രീതിയിൽ അത് അവർക്കറിയില്ല, നമുക്കറിയില്ല നമ്മൾ ചെയ്യുന്നത് നല്ലതാണോ പൊട്ടയാണോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ അത് ചിലവർക്ക് അതൊരു മോശം രീതിയിലുള്ള ഒരു കാര്യങ്ങളായിരിക്കും. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ നേരം വൈകി എഴുന്നേൽക്കുക, പെട്ടെന്ന് എഴുന്നേൽക്കുക, അതേപോലെ രാവിലെ ഒരു ചിട്ടയില്ലാണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യുക, അങ്ങനെയുള്ളവർ. അപ്പോൾ രാവിലെ അങ്ങനെയല്ലാതെ രാവിലെ നല്ല രീതിയിൽ നമുക്ക് എങ്ങനെ ചിട്ടയായിട്ടൊരു ജീവിതം, അതായത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പല പല ഭാഗ്യങ്ങളും കൊണ്ടുവരാനുള്ളൊരു തരത്തിലുള്ളൊരു ജീവിതചര്യ നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇന്ന് ഞാൻ എൻ്റെ വീഡിയോയിൽ കൂടെ പറയുന്നത്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എഴുന്നേൽക്കും. രാവിലെ അലാറം വെച്ചിട്ടാണ് ഒരുവിധം എല്ലാവരും എഴുന്നേൽക്കുക. നേരത്തെ എഴുന്നേൽക്കുക ആയാലും 7 മണിക്കായാലും 6 മണിക്കായാലും 5 മണിക്കായാലും ഒക്കെ പഴയ ആളുകളുടെ പോലെ നമുക്ക് നമ്മുടെ സമയമാകുമ്പോൾ ഉണരുക എന്നുള്ളൊരു പരിപാടിക്കില്ല. നമ്മൾ അലാറം സെറ്റ് ചെയ്ത് വെക്കും. അപ്പോൾ എന്താ ഉണ്ടാവുക, രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ശരിക്കും വേണ്ടത് ഈ അലാറം വെച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മൾ ഈ അലാറം അടിക്കുന്നതിന് മുന്നേ നമ്മൾ എഴുന്നേൽക്കണം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ അലാറം അടിക്കുമ്പോൾ നമ്മൾ ഈ അലാറത്തിൻ്റെ ശബ്ദം, ഈ അലാറം അടിക്കുന്ന ആ ശബ്ദം കേട്ട് പെട്ടെന്ന് ഞെട്ടി എണീക്കുകയാണ് ചെയ്യുക അല്ലേ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ പെട്ടെന്ന് ഞെട്ടിയിട്ടാണ് എണീക്കുക. നമ്മൾ നല്ല ഉറക്കത്തിലായിരിക്കും, ഈ അലാറം അടിക്കുമ്പോൾ എണീക്കാം എന്നുള്ളൊരു കണക്ക് കൂട്ടലിലാണ് നമ്മൾ കിടന്നുറങ്ങുന്നത്. അപ്പോൾ നമ്മൾ ഈ അലാറം അടിക്കുമ്പോൾ നമ്മൾ ഞെട്ടിയിട്ടാണ് എഴുന്നേൽക്കുക. ആ ഞെട്ടി ഏൽക്കുമ്പോൾ തന്നെ നമ്മുടെ പ്രഷറും നമ്മുടെ ശരീരത്തിലെ പല പല കാര്യങ്ങൾക്കും വ്യത്യാസമായി. നമുക്ക് പെട്ടെന്ന് ഞെട്ടി എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ ബ്ലഡിൽ പലതരം ഹോർമോണുകൾക്ക് ചേഞ്ച് വരുന്നതാണ് പറയുന്നത്. അപ്പോൾ ഈ ഹോർമോണുകൾക്ക് ചേഞ്ച് വരുമ്പോൾ അത് നമ്മുടെ ബ്ലഡിൽ കുറേ വിഷാംശങ്ങളായിട്ടാണ് അലിഞ്ഞു ചേരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അലാറം വയ്ക്കാം, പക്ഷെ നമ്മൾ അലാറം വയ്ക്കുന്നതിനേക്കാളും മുന്നേ നമ്മൾ എഴുന്നേൽക്കാനായിട്ട് ശീലിക്കണം. അലാറം അത് കഴിഞ്ഞിട്ട് അടിച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഇനി പെട്ടെന്നെങ്ങാനും ഉറക്കത്തിൽ പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അലാറം ഉള്ളത് നല്ലത് തന്നെയാണ്. അപ്പം നമ്മൾ അങ്ങനെ ഒരു ശീലം നമ്മൾ തുടരുക. അപ്പോൾ നമ്മൾ ഈ അലാറം കൊണ്ട് ഞെട്ടി എഴുന്നേറ്റ് കഴിഞ്ഞാൽ അന്നത്തെ ഒരു ദിവസം തന്നെ നമുക്കൊരു സുഖമില്ലാത്ത പോലെയാണ്. രാവിലെ തന്നെ ഞെട്ടി എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അന്നത്തെ ദിവസം ഒരു സുഖമില്ലാത്ത പോലെയാണ്. നമുക്ക് ആകെ കാലത്തെ എനിക്ക് തന്നെ ഒരു ശരിയല്ലാണ്ടാകുന്നുള്ള അവസ്ഥയിലാവും. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ചാടി അങ്ങോട്ട് എനിക്ക് ഓടി പോകരുതാരും. ചാടി എഴുന്നേൽക്കാണ്ട് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, നമ്മളിപ്പോൾ 5 മണിക്ക് എണീക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ 4:45 എണീറ്റ് കിടക്കണം. 5 മണിക്ക് നമ്മൾ അലാറം വെച്ചിട്ടുണ്ടെങ്കിലും നമ്മളൊരു 4:45 എഴുന്നേറ്റ് കിടക്കുക. ഒരു 5 മിനിറ്റെങ്കിലും മുന്നേ നമ്മൾ എഴുന്നേറ്റ്, അലാറം അടിക്കുന്നതിന് മുന്നേ നമ്മൾ എഴുന്നേറ്റ് കിടന്ന് നമ്മൾ കണ്ണ് തുറന്ന് ഒന്ന് കിടക്കുക 2 മിനിറ്റ്. ആ 2 മിനിറ്റ് കണ്ണ് തുറന്ന് കിടന്നിട്ട് നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കൈയൊക്കെ ഒന്ന് കൂട്ടി തിരുമ്പി കയ്യെ ഒക്കെ ഒന്ന് മുഖത്ത് നമ്മൾ കണ്ണുമ്മ ഒന്ന് വയ്ക്കുക, മുഖത്ത് വയ്ക്കുക. ഒന്ന് നോക്കിയതിൻ്റെ ശേഷം 2 കൈയും കൂടി കൂട്ടി തിരുമ്പി ഒന്ന് കയ്യിലേക്ക് നോക്കി നമ്മളതൊന്ന് മുഖത്ത് വയ്ക്കുക. തിരുമ്പുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ കൈ കൂട്ടി തിരുമ്പുമ്പോൾ നമുക്ക് 2 കൈയും കൂടി കൂട്ടി തിരുമ്പോൾ ഒരു ചൂടുണ്ടാവും കയ്യിന്. ആ ചൂട് നമ്മുടെ മുഖത്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് ഒരു പ്രത്യേക ഒരു ഇതാണ് നമുക്ക് കിട്ടുക അതിൽ നിന്ന്. അങ്ങനെ നമ്മൾ എഴുന്നേറ്റ് 1 മിനിറ്റ് ഇരുന്നതിന് ശേഷം നമ്മൾ വലതുകാല് നിലത്ത് വെച്ച് എഴുന്നേൽക്കുക. വലതുകാലാണ് അത് നിലത്ത് വയ്ക്കേണ്ടത്. അങ്ങനെ വെച്ച് എഴുന്നേൽക്കുക. അതിനൊക്കെ ഓരോ ശാസ്ത്രീയ വശങ്ങളുണ്ട്. നമ്മളിപ്പോൾ ശാസ്ത്രീയ വശങ്ങളല്ലാതെ ഞാൻ പറയാൻ പോകുന്നില്ല. അതിനങ്ങനെ ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ എഴുന്നേൽക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക വൈബ്രേഷനാണത്. നമ്മൾ ഭൂമിയുമായിട്ട് വലത് ഭാഗം വെച്ച് ടച്ച് ചെയ്യുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു ഊർജ്ജമാണ് നമ്മുടെ ശരീരത്തിലേക്ക് അപ്പോൾ ആ സമയത്ത് പ്രവഹിക്കുക. അപ്പോൾ അത് അങ്ങനെ കഴിഞ്ഞു. അതേപോലെ രാവിലെ തന്നെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ ആ ജനലൊക്കെ ഒന്ന് തുറന്നിട്ട് ഓടി അടുക്കളയിലേക്കോ അല്ലെങ്കിൽ ബാത്റൂമിലേക്കോ ഓടി പോകാണ്ട് നമ്മൾ ആ ജനലൊക്കെ ഒന്ന് തുറന്നിട്ട് നമ്മൾ കുറച്ച് നേരം നമ്മൾ ഒരു 2 മിനിറ്റ് നമ്മൾ നമ്മുടെ പ്രകൃതിയിലേക്ക് ഒന്ന് നോക്കി നിൽക്കുക. അത് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി തരുന്ന കാര്യമാണ്. നമ്മൾ അവിടേക്കൊക്കെ നോക്കി നമ്മൾ നേരം വെളിച്ചായി വരുന്ന ആ ഒരു സൂര്യപ്രകാശവും
അതൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക മനസ്സിനൊരു പ്രത്യേക ഒരു അത് നമുക്ക് അനുഭവിച്ചാലേ പറയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. രാവിലത്തെ നേരത്തെ ആ ഒരു പ്രത്യേകത നമുക്കത് പറഞ്ഞാൽ നമുക്കത് മനസ്സിലാവില്ല. അത് നമുക്ക് അറിഞ്ഞാൽ തന്നെ, നമ്മളത് അനുഭവിച്ചാൽ തന്നെ നമുക്കത് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതങ്ങനെ നമ്മൾ അതൊന്ന് ഇതായി കഴിഞ്ഞതിൻ്റെ ശേഷം വേണം നമ്മൾ അടുക്കളയിലേക്കും ബാത്റൂമിലേക്കും ഓടി പോകാനായിട്ട്. അത് നേരം വൈകി നേരം വൈകി ഒക്കെ എഴുന്നേൽക്കുന്ന ഈ അലാറം അടിച്ചതിൻ്റെ ശേഷമൊക്കെ ചാടി എഴുന്നേൽക്കുന്നവർക്കാണ് ഇങ്ങനെ ഓടിപ്പാഞ്ഞ് പോകേണ്ടി വരുന്നത്. അതാ നമ്മൾ ആ സമയം എടുത്ത് എഴുന്നേൽക്കുകയാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല. അപ്പം നമുക്ക് അതിനുള്ളൊരു സമയം ഉണ്ടാവും, നമ്മുടെ മൈൻഡും വളരെ ഇതാവും. അതേപോലെ തന്നെ ചില ആളുകൾക്ക് രാവിലെ എഴുന്നേറ്റ വശം തന്നെ മൊബൈലിലേക്കാണ് അവർ നോക്കുക. ഈ മൊബൈൽ എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്നത്തെ എല്ലാ ഈ നെഗറ്റീവായിട്ടുള്ള സകല പ്രശ്നങ്ങളും ആ മൊബൈലിൽ നമ്മൾ കാണും. അത് കാണുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ മൈൻഡ് നല്ല കാര്യം നല്ല ഇതിൽ കാണുക, അതോടുകൂടി തന്നെ നമ്മുടെ മൈൻഡ് ആകെ ഒരു യുദ്ധഭൂമിയിലേക്ക് ഇറങ്ങിയ പോലെയായി. പിന്നെ നമുക്ക് ആകെ കലുഷിതമായി. നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണല്ലോ 90% നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ് നമുക്ക് രാവിലെ തന്നെ കാണാൻ സാധിക്കും. എന്തെങ്കിലും അപകടങ്ങൾ പറ്റിയതായാലും എന്തെങ്കിലും അങ്ങനെയുള്ള പൊട്ട കാര്യങ്ങളാണ് നമ്മൾ മൊബൈലിൽ ഏറ്റവും തന്നെ കാണാം. മിക്കവാറും അതാണ് നമ്മുടെ മൊബൈലിൽ കാണാൻ പറ്റുക നമുക്ക്. അപ്പം നമ്മൾ അതോടുകൂടി നമ്മുടെ മനസ്സിന് ഉണ്ടാവാൻ പോകുന്ന ഒരു ശാന്തത നമുക്ക് ഇല്ലാണ്ടാവുകയാണ്. ആ നേരത്ത് നമ്മളിങ്ങനെ പ്രകൃതിനെ നോക്കിയൊക്കെ ഒന്ന് ഇതായി ഒക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ചും കൂടി സമയം പിടിച്ചിട്ടൊക്കെ നമ്മുടെ ആ രാവിലത്തെ ആ ഒരു ചിട്ടകൾ കഴിഞ്ഞിട്ട് നമ്മൾ മൊബൈൽ കയ്യിലെടുക്കുകയാണെങ്കിൽ നമുക്ക് അത്ര പ്രശ്നമില്ല. ഇത് എൻ്റെ ഈ മൊബൈൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഓരോ ഇടിവെട്ട് വാർത്തകൾ അങ്ങനെ തന്നെ പറയണം. അങ്ങനെയുള്ള വാർത്തകളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് ആകെ കലങ്ങി മറയുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് വരിക. ഒന്നും നല്ല വാർത്തകളായിരിക്കില്ല ആ സമയത്തൊന്നും നമുക്ക് കാണാനായിട്ട് പറ്റുക. അപ്പം അതൊക്കെ നമ്മൾ വേണ്ടാന്ന് വയ്ക്കുക. അത് കുറച്ച് കഴിഞ്ഞിട്ടാവാം എന്ന് വിചാരിക്കുക. നമ്മളിങ്ങനെ ഒരു ശീലമില്ലാത്തവർ ഇങ്ങനെ ഒന്ന് ശീലിച്ച് ഒന്ന് ചെയ്ത് നോക്കാനാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ അതേപോലെ തന്നെ നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഉടനെ തന്നെ ഒരു ചൂടോട് കൂടിയിട്ടൊരു കാപ്പി അങ്ങോട്ട് കുടിക്കാണ്ട് നമ്മളെന്താ വേണ്ട ആ ചൂടോട് കൂടിയിട്ട് ആ കാപ്പി കുടിക്കുന്ന ചിലവർക്ക് ഇഷ്ടമാണ്. പക്ഷേ അതിൽ നല്ലത് വേറൊരു കാര്യമുണ്ട്. നമ്മൾ കുറച്ച് വെള്ളം നല്ല ശുദ്ധമായ നല്ല പച്ച വെള്ളം എടുത്തിട്ട് കുടിച്ചോ നോക്കുക. കിണറ്റിൽ നിന്ന് കോരിയതോ പൈപ്പാണെങ്കിൽ പൈപ്പിലോ കിണറാണെങ്കിൽ ഏറ്റവും നന്നായി. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന വെള്ളം നമ്മൾ രാവിലെ കുടിച്ച് കഴിഞ്ഞ് നമ്മുടെ വയറ് വളരെ സുഖമാണ്. ആ നേരം നമ്മൾ ചൂടുള്ള ചായ കുടിച്ചാൽ അപ്പോഴത്തെ ഒരു സുഖമുള്ള പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്കവാറും ആളുകൾക്ക് വയറിൻ്റെ ഉള്ളിൽ പ്രശ്നങ്ങളാണ്, ഗ്യാസ്, അസിഡിറ്റി ഇതൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ 2 ഗ്ലാസ് പച്ചവെള്ളം നല്ല ശുദ്ധമായ പച്ചവെള്ളം തന്നെ കുടിക്കാനായിട്ട് ശ്രമിക്കുക. അത് കുടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വയറ് ശുദ്ധമായി, വയറിനൊരു സുഖമായി. വയറിന് സുഖമാണെങ്കിൽ തന്നെ നമുക്ക് മനസ്സിനും സുഖമാണ്. നമ്മുടെ വയറിന് സുഖമില്ലെങ്കിൽ നമുക്ക് പലതരം മനസ്സ് തന്നെ നമുക്കൊരു അസ്വസ്ഥമായ രീതിയിലാണ്. നമുക്ക് എന്താണെന്ന് പറയാനാവാത്തൊരു അസ്വസ്ഥത, അത് വയറിൻ്റെ അസ്വസ്ഥതയാണ്. അപ്പം നമ്മൾ ഒരു രാവിലെ എഴുന്നേറ്റ് 2 ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് വേണം നമ്മുടെ ഒരു ദിവസം തുടങ്ങാനായിട്ട്. ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ രീതിയിൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഈ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ കണ്ടും കേട്ടും അങ്ങനത്തെ രീതിയിലൊക്കെ ചാടി എനിട്ടോട്ടൊക്കെ പോയിട്ട് നമ്മൾ നേരം വൈകി നേരം കൈ പിടിച്ചിട്ടൊക്കെ ജോലിക്കോ ഓഫീസിലേക്കോ എവിടേക്ക് പോവുകയാണെങ്കിലും നമ്മുടെ മനസ്സാകെ കലുഷിതമായിരിക്കും. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും നമുക്ക് ശരിയാവില്ല, ഒന്നും നമുക്ക് അങ്ങോട്ട് ശരിയാവില്ല. നമുക്ക് ആകെ മൈൻഡ് സെറ്റ് ആകെ മാറും നമ്മുടെ. എന്നാൽ നമുക്ക് സമയമെടുത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെയുള്ള ചിട്ടകളൊക്കെ ആചരിച്ചിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ മൈൻഡ് എപ്പോഴും വളരെ സന്തോഷമായിട്ടിരിക്കും. നമുക്ക് അന്നത്തെ ദിവസം നമുക്ക് ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുമായിരിക്കും അന്നത്തെ ദിവസം നമുക്ക് ഉണ്ടാവുക. നമുക്ക് വന്നു ചേരുന്നത് അങ്ങനെയായിരിക്കും. ആ നേരത്തെ ഈ ലഹളയും ബഹളമൊക്കെ കഴിഞ്ഞ് നമ്മൾ ജോലിക്ക് പോയി ആ ജോലി സ്ഥലത്ത് നിന്ന് ചീത്ത കേൾക്കാനും അല്ലെങ്കിൽ എന്ത് കാര്യത്തിനായാലും എവിടെ നിന്നായാലും ചീത്ത കേൾക്കാനും ശരിയല്ലാത്ത കാര്യങ്ങൾ നടക്കാനൊക്കെയാണ് സാധ്യത. അപ്പം നമ്മളെപ്പോഴും മൈൻഡ് വളരെ നല്ലൊരു ഫ്രഷായിട്ടുള്ളൊരു മൈൻഡായിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അന്നത്തെ എല്ലാ കാര്യങ്ങൾക്കും അങ്ങനെ ഒരു പോസിറ്റീവ് ഇതായിട്ട് നമുക്ക് സംഭവിക്കാൻ സാധ്യതയില്ല. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വളരെ പോസിറ്റീവായും ശാന്തമായിട്ടും എല്ലാത്തിനും നേരിടാനുള്ള ഒരു പ്രത്യേക ഒരു മൈൻഡായിട്ട് നമുക്ക് മാറും. അത് നിങ്ങളങ്ങനെ ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്കണം. അപ്പോഴാണ് നമുക്ക് അതിൻ്റെ ഗുണം മനസ്സിലാവുള്ളൂ.
ഞാനും ആദ്യം അങ്ങനെയൊന്നുമല്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ ഞാനതങ്ങനെ കുറച്ചൊക്കെ ചെയ്ത് തുടങ്ങിയപ്പോൾ നമ്മുടെ കാര്യം ശരിയാണ്. നമ്മുടെ മൈൻഡ് വളരെ ക്ലിയറാണ്. നമുക്ക് ആവശ്യമില്ലാത്ത ചിന്തകളോ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളോ ഒന്നുമില്ല. നമ്മൾ വളരെ മൈൻഡ് വളരെ കൂളായിട്ടെന്ന് പറയില്ലേ, കൂളായിട്ടുള്ള ജീവിതമാണ് നമുക്ക് ഉണ്ടാവുക. അല്ലാതെ വെച്ചാൽ നമുക്ക് ആവശ്യമില്ലാത്ത ചിന്തകളും രാവിലെ തന്നെ മൊബൈൽ നോക്കിയിട്ട് അതിലത്തെ പ്രശ്നങ്ങൾ മുഴുവൻ നമ്മൾ ആലോചിച്ച് ചിന്തിച്ച് എന്താ അപ്പം ആകെ കലുഷിതമാവുകയാണ് നമ്മുടെ മനസ്സ്. അപ്പം അങ്ങനെയൊന്നും ഇല്ലാത്ത രീതിയിൽ നമ്മൾ രാവിലെ തന്നെ ഈ രീതിയിൽ ഞാൻ പറഞ്ഞ രീതിയിലുള്ളൊരു ജീവിത ചിട്ടകൾ നിങ്ങൾ പാലിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ എത്ര ഭാഗ്യമില്ലാത്ത ആളുകൾക്കും ഭാഗ്യം തന്നെ കൈവരും. രാവിലെ തന്നെ തണുത്ത വെള്ളത്തിലൊന്ന് കുളിച്ച് നോക്കൂ, രാവിലെ എഴുന്നേറ്റ വശം അതിൻ്റെ ഒരു ഫ്രഷ്നെസ് ഒന്ന് വേറെയാണ്. അതോടുകൂടി തന്നെ നമുക്ക് ഒരു പ്രത്യേക ഒരു ഉന്മേഷമാണ് നമുക്ക് കിട്ടുക. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങളൊന്ന് ചെയ്താണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യം എവിടെ നിന്നൊന്നുമില്ലാണ്ട് ഓടി വരും. അങ്ങനെയൊക്കെ ഒന്ന് നിങ്ങൾ പരിശീലിച്ച് നോക്കൂ കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ വരുന്നത് നമുക്ക് തന്നെ കാണാൻ പറ്റും. അല്ലാണ്ട് നമ്മൾ നേരം വൈകി എഴുന്നേറ്റ് അങ്ങനെ ആകെ ലഹള ബഹള അങ്ങനെയൊക്കെ ആയിട്ടുള്ളതല്ലാതെ നമ്മൾ കുറച്ച് നേരത്തെ എഴുന്നേറ്റ് നമ്മൾ ഈ പറഞ്ഞ രീതിയിലൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജീവിതം വളരെ സക്സസ്ഫുള്ളും പിന്നെ നമ്മുടെ മൈൻഡ് വളരെ ഫ്രഷായിട്ടും നമുക്ക് ഭയങ്കരമായിട്ടൊരു സന്തോഷം, അതായത് ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് വൈകുന്നേരം കിടക്കണ വരെ നമുക്കൊരു പ്രത്യേക സന്തോഷം എനർജി ഉണ്ടാവാനും ഇങ്ങനെയുള്ളൊരു ജീവിത ചിട്ട ശീലിച്ചു കഴിഞ്ഞാൽ സാധിക്കും. അപ്പം നിങ്ങളെല്ലാവരും അതൊന്ന് ശീലിച്ച് നോക്കൂ കേട്ടോ, നല്ലതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ഭാഗ്യങ്ങളും മാറ്റങ്ങളും വരാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും അങ്ങനെ ഒരു ചിട്ടയിൽ കൂടെ നടക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അപ്പോൾ ശരി, ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇനി വേറൊരു വീഡിയോയുമായിട്ട് വേറൊരു ദിവസം കാണാം. ഓക്കെ, ബൈ.